മലയാളികളുടെ പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ജോഡിയായിരുന്നു സൽമാനും മേഘയും. ഈയടുത്തായിരുന്നു ഇരുവരുടെയും വിവാഹം. മിഴിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ആരാധകരുടെ പ്രിയപ്പെട്ടവരായി മാറിയ ജോഡിയായിരുന്നു ഇരുവരും. ഇവരുടെ വിവാഹ വാർത്തകൾ ആരാധകർ ആഘോഷമാക്കുകയും ചെയ്തു. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുകയാണ് മേഘയും സൽമാനും. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത്. തങ്ങൾ വിവാഹിതരായെന്ന് വീഡിയോ പങ്കിട്ടപ്പോൾ പലരും ആദ്യം വിശ്വസിച്ചിരുന്നില്ലെന്നാണ് ഇരുവരും പറയുന്നത്. പലരും കരുതിയത് പുതിയ പ്രോജക്റ്റ് ആയിരിക്കുമെന്നാണെന്നും താരങ്ങൾ പറയുന്നുണ്ട്. മേഘയായിരുന്നു ആദ്യം പ്രണയം പറഞ്ഞത്. ആ കഥയും ഇരുവരും പങ്കുവെക്കുന്നുണ്ട്. ഞാനാണ് തുടങ്ങിയത്. ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ എന്നെ റിജക്റ്റ് ചെയ്തു. ഞാൻ കരുതിയിരുന്നത് എളുപ്പമായിരിക്കുമെന്നാണ്. സിനിമയിൽ കാണുന്നത് പോലൊക്കെ തയ്യാറെടുത്ത് പറയാമെന്ന് കരുതി. പക്ഷേ അവിടെ എത്തിയതും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഷൂട്ടിന് വിളിക്കും. വീണ്ടും വരും, റീസ്റ്റാർട്ട് ചെയ്യും, വീണ്ടും ഷൂട്ടിന് വിളിക്കും. അങ്ങനെ 2-3 തവണ ബ്രേക്ക് ആയ ശേഷം ഞാൻ പറഞ്ഞു. ബ്ലഷ് അടിച്ചുവെങ്കിലും റിജക്റ്റ് ചെയ്തു, മേഘ പറയുന്നു. മിഴിരണ്ടിലും സെറ്റിൽ ആദ്യം സുഹൃത്തുക്കളാകുന്നത് ഞങ്ങളാണ്. എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും. എൻ്റെ കുടുംബം ദുബായിലാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ മേഘ ചോദിക്കുമായിരുന്നു. അവളുടെ കാര്യങ്ങളും ചോദിക്കും. ആ സമയത്ത് പഠിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നുവെന്നാണ് സൽമാൻ പറയുന്നത്. റിജക്റ്റ് ചെയ്ത ശേഷം എനിക്ക് കുറച്ച് ലെക്ചറിങ് ഒക്കെ കിട്ടിയിരുന്നുവെന്നാണ് മേഘയും പറയുന്നത്. ഇപ്പോൾ വെറുതെ തോന്നുന്നതാകും, സീരിയസ് ആയിരിക്കില്ല, നീ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞുവെന്നാണ് സൽമാൻ പറയുന്നത്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനാൽ ലൈഫ് വേണ്ടെന്ന് കരുതി നിൽക്കുകയായിരുന്നു. സിഗ്മയടിച്ച് നടക്കുകയായിരുന്നു. പ്രപ്പോസ് ചെയ്തപ്പോൾ റിജക്റ്റ് ചെയ്യാൻ 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ പ്രണയം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതിനാലാണ്. രണ്ടാമത്തേത് പ്രായത്തിൻ്റെതായ ആകർഷണം തോന്നൽ മാത്രമാകാം എന്നതായിരുന്നുവെന്നും സൽമാൻ വിശദമാക്കുന്നുണ്ട്. സീരിയസ് ആണെന്ന് കണ്ടപ്പോൾ പഠിത്തം പൂർത്തിയാക്കാനും എന്നെ കാണാതിരിക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ആലോചിക്കാം എന്നും പറഞ്ഞു. പക്ഷേ 1 വർഷം കൊണ്ട് കുറയുമെന്നും പറഞ്ഞിരുന്നുവെന്നും സൽമാൻ പറയുന്നു. പഠിത്തം നിനക്കുള്ള ധൈര്യമായിരിക്കുമെന്നും പറഞ്ഞു. സ്വതന്ത്രയായ ശേഷം തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോഴും തോന്നുന്നുവെങ്കിൽ വരാൻ പറഞ്ഞുവെന്നും താരം പറയുന്നു. മേഘയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ താൻ കൂടെ നിന്നിരുന്നു. അതുകൊണ്ട് കൂടി തോന്നിയ സ്നേഹമാണോ എന്നും ചിന്തിച്ചിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. ഇതിനിടെ ഡേറ്റ് ക്ലാഷ് കാരണം മിഴിരണ്ടിലും പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് മേഘയാണ്. വളരെ സങ്കടപ്പെട്ടാണ് മിഴിരണ്ടിലും വിടുന്നത്. വളരെ ആസ്വദിച്ച് ചെയ്ത സീരിയലാണ്. ഇന്നും ആളുകൾ എന്നെ വിളിക്കുന്നത് സഞ്ജു എന്നതാണ്. ആ പ്രോജക്റ്റ് ചെയ്തപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും മേഘ കോണ്ടാക്റ്റ് തുടർന്നു. കുറയുമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ കുറഞ്ഞില്ലെന്നും സൽമാൻ പറയുന്നു. 2 വർഷം എന്നെ കാത്തു നിർത്തി. അതിനുശേഷമാണ് യെസ് പറയുന്നതെന്ന് മേഘയും പറയുന്നുണ്ട്. കല്യാണത്തിൻ്റെ അന്നാണ് ഇഷ്ടമാണെന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പാണ് ഔദ്യോഗികമായി ഇഷ്ടമാണെന്ന് പറയുന്നതെന്നും മേഘയും സൽമാനും പറയുന്നുണ്ട്. ഞാൻ യെസ് എന്നോ ഐ ലവ് യു എന്നോ പറഞ്ഞിരുന്നില്ല. ഡയറക്റ്റ് വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞതെന്നും സൽമാൻ പറയുന്നു.